ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് സാമൂഹിക പ്രതിബദ്ധത പ്രവർത്തനങ്ങളുടെ ഭാഗമായി മികവിനായി ഒരു ലാപ്ടോപ്പ് പദ്ധതി നടപ്പിലാക്കി. സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന പദ്ധതിയുടെ ആദ്യഘട്ടം കോഴിക്കോട് നടന്നു. ചടങ്ങ് തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. 30 വർഷത്തിലേറെ കാലമായി കേബിൾ TV, ഫൈബർ, ബ്രോഡ്ബാൻഡ്, ഇന്റർനെറ്റ് സേവനങ്ങളുടെ മുൻനിര സേവനദാതാവായ ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച മികവിനായി ലാപ്ടോപ്പ് സൗജന്യ ലാപ്ടോപ്പ് വിതരണ പദ്ധതിയുടെ ആദ്യഘട്ട വിതരണം കോഴിക്കോട് നടന്നു. കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 24 വിദ്യാർത്ഥികൾ ചടങ്ങിൽ ലാപ്ടോപ്പുകൾ സ്വീകരിച്ചു. വിദ്യാർത്ഥികളുടെ ശോഭനമായ ഭാവി ലക്ഷ്യം വെച്ച ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് CSR പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മികവിനായി ലാപ്ടോപ്പ് സംരംഭം ആവിഷ്കരിച്ചത്. ഓൺലൈൻ സംവിധാനത്തിലൂടെ 2023 +2 വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുകയും SSLC കാലയളവിൽ നേടിയ മാർക്കുകളും കുടുംബത്തിന്റെ വാർഷിക വരുമാനവും 1.5 ലക്ഷമോ അതിൽ താഴെയോ എന്ന അടിസ്ഥാനമാക്കിയാണ് സൗജന്യ ലാപ്ടോപ്പുകൾ വിതരണത്തിനായി യോഗ്യതയെ കണക്കാക്കിയത്. മാനദണ്ഡങ്ങളിൽ ഉൾക്കൊണ്ട അപേക്ഷകളിൽ നിന്നും 14 ജില്ലകളിൽ നിന്നുമായി 120 അർഹത ഉള്ള വിദ്യാർത്ഥികളാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. മികവിനായി ലാപ്ടോപ്പ് പദ്ധതിയുടെ ആദ്യഘട്ട വിതരണോദ്ഘാടനം MLA തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിച്ചു. This is absolutely wonderful moment of the day. And Maya, congratulations, Devananda C, Government Higher Secondary School, Churu, Badagara, Kozhikode. Devananda, congratulations. Shivani Sujit PK. ശിവാനി സുജിത്. രക്ഷിതാക്കളെ, ഇന്നിവിടെ അഭിമാനകരമായ വിജയം നേടി നിങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് സമ്മാനം ഏറ്റുവാങ്ങിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻസിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയണ്ട. ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിലുള്ള 3 പതിറ്റാണ്ടിലധികമായിട്ട് ഏറ്റവും സുദീർഘമായ രീതിയിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ സ്ഥാപനം. അതിൻ്റെ സാമൂഹ്യമായ ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിർവഹിക്കുന്നത്. നമ്മളെല്ലാം സമൂഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. നമ്മളൊരിക്കലും മറക്കാൻ പാടില്ലാത്തതാണ്. നമുക്കെല്ലാം നൽകുന്നത് സമൂഹമാണ്. പലപ്പോഴും നമ്മൾ ആലോചിക്കാത്തൊരു കാര്യമാണ്. കാരണം സമൂഹമില്ലെങ്കിൽ നമുക്കിതൊന്നുമില്ല. ഏഷ്യാനെറ്റ് എന്ത് കാണിക്കണമെങ്കിൽ കാണാൻ ആൾ വേണം, കളിച്ചു എടുക്കാൻ ആൾ വേണം. നമ്മൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷെ ആ ഉത്തരവാദിത്തം കൃത്യമായിട്ട് നിർവഹിക്കുന്ന ഒരു സ്ഥാപനം. ഒരുപാട് സാമൂഹ്യ മേഖലയിൽ കാരുണ്യപരമായിട്ട് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്ന, കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു സ്ഥാപനം. അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ +2 സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടികളാണ് അല്ലേ? ഇതിപ്പോൾ എന്തിനാ തന്നത്? നിങ്ങൾക്ക് കൂടുതൽ മികവ് തെളിയിക്കാൻ വേണ്ടിയിട്ട്, അതും സ്ട്രിക്റ്റ് മെറിറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കുട്ടികൾ, ഒരു ഇടപെടലും അനുവദിക്കാതെ. ഇതാണെന്ന് നമ്മുടെ നാട്ടിൽ വേണ്ടത്. പക്ഷെ നടക്കുന്നത് അങ്ങനെയല്ല. ശുപാർശയും സ്വാധീനമില്ല. ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും കിട്ടാൻ വളരെ പ്രയാസമാണ്, നമുക്കറിയാമല്ലോ. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട്, അതും സാമ്പത്തികമായിട്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകളെ കൃത്യമായിട്ടുള്ള സഹായം എത്തിക്കുന്ന ആ കൈകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നൊരു ചെറിയ നേട്ടമല്ല ഇതാണ്. ഈ സമൂഹത്തിൽ വളരെയധികം പ്രയാസമാണത്. പക്ഷെ എന്നാൽ അത് കൃത്യമായിട്ട് ഏഷ്യാനെറ്റ് നിർവഹിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി. ഏകദേശം 150ഓളം കുട്ടികൾക്കാണ് ഇതേപോലെ കേരളത്തിൽ ഇവർ ലാപ്ടോപ്പ് നൽകുന്നത്. ലാപ്ടോപ്പിൻ്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ ചെറിയ കുട്ടികളോട് പോലും പറയേണ്ട കാര്യമില്ല. സർവ്വസാധാരണമായി തീർന്നിട്ടില്ല. പക്ഷെ പലപ്പോഴും വാങ്ങാൻ കഴിവില്ലാതെ ഏകദേശം 35,000-40,000 ഉറുപ്പിയോളതിന് വരും. ഏറ്റവും നല്ല കമ്പനിയുടെ അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകം. എന്തെങ്കിലും കൊടുക്കല്ല, ശരിക്കുള്ള സാധനങ്ങൾ കൃത്യമായിട്ട് എത്തിക്കാനില്ല. കോഴിക്കോട് അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സോണൽ ബിസിനസ് ഹെഡ് സജിമോൻ സ്വാഗത ഭാഷണം നടത്തി. ചടങ്ങിൽ ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടറും CFOയുമായ PS സുരേഷ് അധ്യക്ഷനായിരുന്നു. കമ്പനി സെക്രട്ടറി ജോബി മാത്യു, പബ്ലിക് റിലേഷൻസ് ചീഫ് മാനേജർ ലംബോദരൻ,
ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് ബിനീഷ് വിദ്യാധരൻ, ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 വൈസ് ഗവർണർ രവി ഗുപ്ത, റോട്ടറി ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഇന്റർനാഷണൽ ഡോക്ടർ സേതു ശിവശങ്കരൻ, റോട്ടറി ക്ലബ്ബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഉദയഭാനു, റീജിയണൽ പേഴ്സൺ ഓഫീസർ പ്രമോദ് ഇ, സോണൽ കസ്റ്റമർ കെയർ മാനേജർ ഉണ്ണികൃഷ്ണൻ പി, കൺട്രോളർ ഹരിദാസൻ സി, ക്ലസ്റ്റർ ഹെഡ് സുരേഷ് ഇ വി, റീജിയണൽ സ്റ്റോർ എക്സിക്യൂട്ടീവ് നാഥ് ആർ വി, BMM മാത്യു ജോർജ്, സജീവ് കുമാർ, റീജിയണൽ കസ്റ്റമർ കെയർ മാനേജർ ബിബിൻ, NSS കരയോഗം പ്രസിഡന്റ് വത്സല ഗോപിനാഥ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മികവിനായി ലാപ്ടോപ്പ് പദ്ധതിയുടെ 2ാം ഘട്ടം വെള്ളിയാഴ്ച കാസർഗോഡ് ജില്ലയിൽ നടക്കും. അടുത്ത വർഷത്തേക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നതോടൊപ്പം സംസ്ഥാനത്തെ 150 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുന്നതായി പദ്ധതി വിപുലീകരിച്ചിട്ടുണ്ട്. ACV ന്യൂസ്, കോഴിക്കോട്.